ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ്. അഡ്വാൻറ്റേജ് ഓഫ് ബ്രാൻഡിങ് എന്നാണ് പറയുന്നത്. ബ്രാൻഡിങ് പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് പ്രൊഡ്യൂസേഴ്സിന്, ഡീലേഴ്സിന്, അതുപോലെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്താക്കുന്നത്. അഡ്വാൻറ്റേജസ് ടു ദ പ്രൊഡ്യൂസേഴ്സ് ഓർ കമ്പനീസ്, അഡ്വാൻറ്റേജസ് ടു ദ ഡീലേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ടു ദ കൺസ്യൂമേഴ്സ്. ഫസ്റ്റത്തെ പറയണത് അഡ്വാൻറ്റേജസ് ടു ദ പ്രൊഡ്യൂസേഴ്സ് ഓർ കമ്പനീസ് ആണ് കേട്ടോ പറയണത്. ഒരു 6 പോയിൻറ്റ്സ് ആണ് പറയണത്. ഫസ്റ്റ് വൺ പറയണത് ഇറ്റ് ആക്ട്സ് എ ടൂൾ വിച്ച് ഹെൽപ്പ് ഫേംസ് ടു ക്രിയേറ്റ് എ യൂണിക് ഇമേജ് ഫോർ ദെയർ പ്രൊഡക്ട്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. എന്താണ്, കസ്റ്റമറിൻ്റെ മൈൻഡിൽ ഒരു നല്ലൊരു ഇമേജ്, യൂണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ, മറ്റുള്ള പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായ സ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പറയണത് എ സ്ട്രോങ് ബ്രാൻഡ് നെയിം ഹെൽപ്പ് കമ്പനീസ് ടു റെഡ്യൂസ് ദെയർ പ്രൊഡക്റ്റ് പ്രൊമോഷൻ എക്സ്പെൻസസ്. നല്ലൊരു ബ്രാൻഡ് നെയിം ആണെങ്കിൽ അവർക്ക് എന്ത് വേണ്ട, പ്രൊമോഷൻ എക്സ്പെൻസ് ഒന്നും കൊടുക്കേണ്ട, കസ്റ്റമേഴ്സ് തന്നെ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് വാങ്ങാൻ മുന്നോട്ട് വരും. തേർഡ് വൺ, ബ്രാൻഡിങ് അലൗസ് കമ്പനീസ് ടു ഈസിലി ഇൻട്രൊഡ്യൂസ് new products and expand the product lines. Customers of a brand will more likely to purchase new products from the company. എന്താണ്, കമ്പനികൾ, ബ്രാൻഡിങ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും എന്താണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി എന്താണ് എസ്റ്റാബ്ലിഷ് പ്രൊഡക്റ്റ് ബ്രാൻഡ് ആണെങ്കിൽ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ആ ബ്രാൻഡിന് കീഴിലുള്ള പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ എന്താണ്, അവർ റെഡി ടു പർച്ചേസ് ആണ്, എന്താണ് വില്ലിങ് ആണ്, പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. അടുത്ത് പറയണത് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഇൻക്രീസ് ദ സെയിൽസ് വോളിയം ആൻഡ് മാർക്കറ്റ് ഷെയർ ഓഫ് ഫേം. എന്താണ്, സെയിൽസ് കൂട്ടുകയും ചെയ്യും, മാർക്കറ്റ് ഷെയർ ഉയർത്തുന്നതിനും ബ്രാൻഡ് പ്രൊഡക്ട്സ് സഹായിക്കുന്നുണ്ട്. ബ്രാൻഡിങ് ഹെൽപ്സ് എ ഫേം ടു ക്ലിയർലി ഡിഫറൻഷിയേറ്റ് പ്രൊഡക്ട്സ് ഫ്രം ദാറ്റ് ഓഫ് ദി കോമ്പറ്റേറ്റേഴ്സ്. എന്താണ് പിന്നെ പറയണത്, കോമ്പറ്റേറ്റർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമാക്കാൻ, വേർതിരിച്ചറിയാനായിട്ട് ബ്രാൻഡിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ പറഞ്ഞത് എ കമ്പനി ഹാവിംഗ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഈസ് യൂഷ്വലി കൺസിഡർഡ് ആസ് മോർ റിലയബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി ദാൻ ആൻ അൺബ്രാൻഡഡ് ബിസിനസ്. എന്താണ്, ഒരു കമ്പനി ബ്രാൻഡ് പ്രൊഡക്ട്സുകളാണ് അവർ കൂടുതലായിട്ട് സെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ല ബ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, അതിന് കീഴിലാണ് അവർ സെയിൽ നടത്തുന്നതെങ്കിൽ അത് അൺബ്രാൻഡഡ് ബിസിനസ്സിനേക്കാൾ കൂടുതൽ എന്തുണ്ടാക്കും, കസ്റ്റമേഴ്സിനെ വിശ്വാസയോഗ്യമാക്കുകയും അതുപോലെ തന്നെ നമ്മൾക്ക് സുഗമം സ്മൂത്തായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുകയും ചെയ്യും. ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ടു ദ പ്രൊഡ്യൂസേഴ്സ് കമ്പനീസ് പറയണത്. ഇനി അടുത്ത പറഞ്ഞ അഡ്വാൻറ്റേജസ് ടു ദ ഡീലേഴ്സ് ആണ്. ഡീലേഴ്സ് നീഡ് നോട്ട് ടേക്ക് ഹെവി എഫേർട്സ് ഇൻ സെല്ലിംഗ് എ ബ്രാൻഡഡ് പ്രൊഡക്റ്റ്. ദേ നീഡ് നോട്ട് ക്യാൻവാസ് കസ്റ്റമേഴ്സ് ഫോർ പർച്ചേസിംഗ് ബ്രാൻഡഡ് ഐറ്റംസ്. കസ്റ്റമേഴ്സ് വോളണ്ടറിലി എൻക്വയർ, സെർച്ച് ആൻഡ് പർച്ചേസ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ്. ഡീലേഴ്സിന് എന്ത് ചെയ്യേണ്ട, വല്ല എഫർട്ടുകളൊന്നും എടുക്കണ്ട, സ്ട്രോങ് എഫർട്ടുകളൊന്നും വേണ്ട, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമൊന്നും ഡീലേഴ്സിനില്ല. എന്തുകൊണ്ട്, ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ കസ്റ്റമേഴ്സിനെ ക്യാൻവാസ് ചെയ്യേണ്ട, കസ്റ്റമേഴ്സ് തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ടുപോകാൻ വില്ലിങ് ആയിരിക്കും. രണ്ടാമത്തത് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഗിവ് ലോയൽ ആൻഡ് റെഗുലർ കസ്റ്റമേഴ്സ് ടു എ ഡീലർ. എന്താണ്, വിശ്വാസമുള്ളവരായിരിക്കും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് റെഗുലർ കസ്റ്റമേഴ്സ് ആയിരിക്കും. 3, ബൈ കീപ്പിംഗ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് എ ഡീലർ ക്യാൻ ഓൾസോ പ്രൊമോട്ട് ആൻഡ് ഇൻക്രീസ് ദ സെയിൽ ഓഫ് അതർ പ്രൊഡക്ട്സ് ഇൻ ഹിസ് സ്റ്റോർ. ഫോർ എക്സാമ്പിൾ, എ ഫുഡ്വെയർ ഷോപ്പ് ഡീലിംഗ് ഇൻ ബാറ്റ പ്രൊഡക്ട്സ് ക്യാൻ ഇൻവൈറ്റ് ദ അറ്റൻഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ് ടു ദ അൺബ്രാൻഡഡ് ഐറ്റംസ് ഇൻ ദ സ്റ്റോർ. എന്താണ്, ബ്രാൻഡ് പ്രൊഡക്ട്സുകളാണെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റുള്ള പ്രൊഡക്ട്സുകളും എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സെയിലും ഉയർത്താനായിട്ട് ആ ഷോപ്പ് ഉടമയ്ക്ക് സാധിക്കും. എക്സാമ്പിൾ പറയണത് ഫുഡ്വെയർ ഷോപ്പിംഗ്, ബാറ്റയുടെ പ്രൊഡക്റ്റുകളാണ് അവരെന്ത് ചെയ്യണത്, സ്റ്റോറിൽ വെച്ചാക്കണത്. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടായിരിക്കും, അൺബ്രാൻഡഡ് പ്രൊഡക്റ്റ് കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ബാറ്റയുടെ അത് മേടിക്കാൻ വന്നവർ മറ്റത് കണ്ടിഷ്ടമായിട്ടും അതും അവരെന്ത് ചെയ്യും, വാങ്ങാൻ വില്ലിങ് ആയിരിക്കും. അപ്പോൾ ബ്രാൻഡ് പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകളുടെ ഇതും ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്, ബ്രാൻഡുകൾ സഹായിക്കുന്നുണ്ട്. 4, കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് ആർ ലോ ഇൻ ദ കേസ് ഓഫ് ബ്രാൻഡഡ് ഗുഡ്സ് ആൻഡ് സോ ദ ഡീലേഴ്സ് ക്യാൻ റൺ ദെയർ ബിസിനസ് സ്മൂത്ത്ലി. കസ്റ്റമേഴ്സ് എന്താണ് ചെയ്യണത്, ബ്രാൻഡ് പ്രൊഡക്റ്റുകളെ കുറിച്ച് കംപ്ലൈൻറ്റ് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ബിസിനസ് സ്മൂത്തായിട്ട് പോകാൻ സാധിക്കും. ഇപ്പം ബ്രാൻഡ് പ്രൊഡക്റ്റ് ആകുമ്പോൾ ഹൈ ക്വാളിറ്റി ആയിരിക്കും, അപ്പോൾ അധികം അതിന് എന്തുണ്ടാവില്ല, കംപ്ലൈൻസ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അല്ലാത്ത പ്രൊഡക്റ്റുകളാണെങ്കിൽ എന്തൊരു ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ബിസിനസ്സിനുണ്ടാക്കും.
അടുത്ത ലാസ്റ്റ് പറയണത് ബ്രാൻഡഡ് ഡീലേഴ്സ് എൻജോയ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ദ കോമ്പറ്റേറ്റേഴ്സ്. എക്സാമ്പിൾ, എ കസ്റ്റമർ ഹു പ്രിഫർ ഹോക്കിൻസ് പ്രഷർ കുക്കർ ഓർ പ്രീതി മിക്സർ ഗ്രൈൻഡർ വിൽ ഓൺലി അപ്രോച്ച് ദ റെസ്പെക്റ്റീവ് ഡീലേഴ്സ്. എന്താണ്, ബ്രാൻഡഡ് ഡീലേഴ്സിന് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അവർക്ക് എന്താണ് അവരുടെ പ്രൊഡക്റ്റിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അത് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കോമ്പറ്റേറ്ററിൻ്റെ പ്രൊഡക്റ്റുകളും അവർക്ക് അതേ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, വിറ്റഴിച്ച് പോകണ്ടാവും. എക്സാമ്പിൾ പറയണത്, ഇപ്പോൾ ഹോക്കിൻസ് പ്രഷർ കുക്കറോ പ്രീതി മിക്സർ ഗ്രൈൻഡറോ ആണെങ്കിൽ അവരെ അല്ലെങ്കിൽ ആരെ സമീപിക്കുള്ളൂ, എന്തെങ്കിലും സ്പെയർ പാർട്സുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ ആയിട്ടും മിക്സിയുടെ ആയിട്ടുണ്ടെങ്കിലും അതാത് ഡീലേഴ്സ് ഉണ്ടായിരിക്കും ഓരോ മേഖലയും, അവരെ മാത്രമായിരിക്കും അവരെന്ത് ചെയ്യണം, സമീപിക്കണം. അതുകൊണ്ട് എന്താണ്, കോമ്പറ്റേറ്റർ ഉണ്ടെങ്കിലും ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളെ സംബന്ധിച്ച് അധികം എന്തില്ല, കോമ്പറ്റീഷൻ വരാൻ ചാൻസ് കുറവാണ്. അതാണ് അഡ്വാൻറ്റേജ് ടു ദ ഡീലേഴ്സ് പറയണത്. അടുത്തത് അഡ്വാൻറ്റേജ് ടു ദ കൺസ്യൂമേഴ്സ് ആണ് പറയണത് കേട്ടോ. 3 അഡ്വാൻറ്റേജസ് ആണ് പറയണത്. ബ്രാൻഡഡ് ഗുഡ്സ് യൂഷ്വലി മെയിൻറ്റെയിൻ ടോപ്പ് ക്വാളിറ്റി ആൻഡ് ഓഫർ മോർ ബെനിഫിറ്റ്സ് ടു ദ കൺസ്യൂമേഴ്സ് കമ്പയർഡ് ടു അൺബ്രാൻഡഡ് ഗുഡ്സ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹൈ ക്വാളിറ്റി ആയിരിക്കും, അതിൽ കൂടുതൽ നല്ല ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഓഫർ ചെയ്യുന്ന ഉറപ്പുണ്ട്, എന്തിനേക്കാൾ, അൺബ്രാൻഡ് പ്രൊഡക്റ്റിനേക്കാൾ. രണ്ടാമത്തത്, ഫേംസ് ഓഫറിംഗ് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് യൂഷ്വലി ഫോളോ എ വൈഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സോ ആസ് ടു മേക്ക് ദ പ്രൊഡക്ട്സ് റെഡിലി അവൈലബിൾ ഇൻ മേജർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഇൻ ദ മാർക്കറ്റ്. എന്താണ്, ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളാണെങ്കിൽ വൈഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും, എപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും മേജർ ഔട്ട്ലെറ്റുകൾ എന്ത് കിട്ടും, നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. അതിന് ഫലമായിട്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യേണ്ട, ആദ്യം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വരാറില്ല, എപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെഡിലി അവൈലബിൾ ആയിരിക്കും അവരുടെ പ്രൊഡക്റ്റ്. മൂന്നാമത്തത്, എ ബ്രാൻഡ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ അറ്റ് എ യൂണിഫോം പ്രൈസ് ത്രൂ അവർ ദ ഹോൾ മാർക്കറ്റ്. എന്താണ്, മൊത്തം മാർക്കറ്റിൽ എപ്പോഴും എന്താണ്, ബ്രാൻഡ് പ്രൊഡക്റ്റിന് യാതൊരു പ്രൈസ് ചേഞ്ചസും വരില്ല. ദിസ് അവോയ്ഡ്സ് കസ്റ്റമർ എക്സ്പ്ലോയിറ്റേഷൻ ടൈംസ് ഓഫ് എക്സസീവ് പ്രൈസിങ് ബൈ ദി ഡീലേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ എന്ത് ചെയ്യണില്ല, ഡീലേഴ്സ് അമിതമായ വില ഈടാക്കുന്നതിൽ നിന്നും അവരെ ചൂഷണം ചെയ്യുന്നതും തടയുന്നതിനും ബ്രാൻഡ് പ്രൊഡക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 തരത്തിലാണ് അഡ്വാൻറ്റേജസ് പറഞ്ഞ ബ്രാൻഡഡ് പ്രൊഡക്റ്റിൻ്റെ. അഡ്വാൻറ്റേജസ് ടു ദ കമ്പനീസ്, അഡ്വാൻറ്റേജസ് ടു ദ ഡീലേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ടു ദ കൺസ്യൂമേഴ്സ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രാൻഡിങ് ആണ്. അല്ല, എല്ലാത്തിനും ഉണ്ട് എന്ത് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. 4 ഡിസഡ്വാൻറ്റേജസ് ആണ് എന്തിന് പറയണത്, ബ്രാൻഡിങ്ങിന് പറയണത്. ഒന്നാമത്തെ ഹയർ പ്രൈസസ് ആണ് കേട്ടോ. യൂഷ്വലി കസ്റ്റമേഴ്സ് ഹാവ് ടു പേ ഹൈ പ്രൈസസ് ഫോർ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് കമ്പയർഡ് ടു അൺബ്രാൻഡഡ് പ്രൊഡക്ട്സ്. The higher price is explained by the additional production cost and marketing expenditures incurred by the supplier in developing and supporting the brand. എന്താണ്, കസ്റ്റമേഴ്സിന് എപ്പോഴും ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താണ്, മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അൺബ്രാൻഡ് പ്രൊഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് ഹയർ പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഹയർ പ്രൈസ് വരാനായിട്ട് പറഞ്ഞത് എന്താണ്, അഡീഷണൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, മാർക്കറ്റ് എക്സ്പെൻഡിച്ചറാണ് സപ്ലയർക്ക് വന്നത്, അതിനെ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാൻഡ് പ്രൊഡക്റ്റുകൾക്ക് എന്താണ്, ഹയർ പ്രൈസ് കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ പറയുന്നത് ഹയർ കോസ്റ്റ് ആണ്. കമ്പനീസ് ഹാവ് ടു ഇൻകർ ഹെവി പ്രൊമോഷണൽ എക്സ്പെൻസസ് ആൻഡ് ഫോളോ സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് ടു ഡിഫറൻഷിയേറ്റ് ബ്രാൻഡ് പ്രൊഡക്ട്സ് ഫ്രം അൺബ്രാൻഡ് പ്രൊഡക്ട്സ്. എന്താണ്, കമ്പനീസിന് എന്ത് ചെയ്യണം, അവർ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് എപ്പോഴും എന്താണ്, ഒരേ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. പ്രൊമോഷൻ വേണം, നന്നായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ക്വാളിറ്റിയിൽ എപ്പോഴും അവർ എന്ത് ചെയ്യണം, മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എക്സ്പെൻസ് കൂടുതലാണ്. അൺബ്രാൻഡ് പ്രൊഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് നല്ല മറ്റു ബ്രാൻഡ് പ്രൊഡക്റ്റിനെ വ്യത്യസ്തമാക്കുന്ന രീതിയിൽ പ്രൊഡക്റ്റിനെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ക്വാളിറ്റി മെഷേഴ്സ് അവരെന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ പ്രാവശ്യം. അതിനൊക്കെ കോസ്റ്റ് വളരെ കൂടുതലായിട്ട് വരും. 3, ലോ പ്രോഫിറ്റ് മാർജിൻ. Branded goods give low profit margin to the dealers. When the customers are highly loyal to a brand, the firm enjoys a supremacy over the dealers and they will be forced to deal at a profit margin decided by the firm. The brand products എപ്പോഴും തന്നെ ലോ പ്രോഫിറ്റ് മാർജിനേ വരുള്ളൂ. കാരണം എന്താണ്, അത്രയാണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതിൽ അതിൽ കൂടുതൽ അവർക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡിനോട് കസ്റ്റമേഴ്സിന് എന്താണ്, ഒരു വിശ്വാസ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, കസ്റ്റമേഴ്സിന് ഡീലേഴ്സിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരായിരിക്കും, ആ ഫേം ആയിരിക്കും. എന്തുകൊണ്ടാണത്, കസ്റ്റമേഴ്സിന് ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേം പറയുന്ന രീതിയിലാണ് പ്രൈസ് ആര് ഈടാക്കുന്നത്, ഡീലേഴ്സിന് ഈടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അധികം പ്രോഫിറ്റൊന്നും ആർക്ക് കിട്ടുന്നില്ല, ഡീലേഴ്സിന് കിട്ടില്ല. ലാസ്റ്റ് ബ്രാൻഡ് മോണോപ്പൊളിയാണ് പറയണത്. ബ്രാൻഡിങ് മേ ലീഡ് ടു ബ്രാൻഡ് മോണോപ്പൊളി വിച്ച് ഈസ് നോട്ട് എ ഡിസറബിൾ സിറ്റുവേഷൻ ഇൻ എ മാർക്കറ്റ്.
A monopoly brand can exercise control over the demand for the products. It can also charge undue price for the product. ബ്രാൻഡിങ് എന്തിന് കാരണമാകാറുണ്ട്? ഒരു മോണോപ്പൊളി, ആ കമ്പനിയുടെ ഒരു മോണോപ്പൊളി ഉണ്ടാകുന്നതിന്, കുത്തക ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. മോണോപ്പൊളി ബ്രാൻഡാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ മൊത്തം കൺട്രോൾ ചെയ്യണത്, മാർക്കറ്റിൽ മൊത്തം കൺട്രോൾ ചെയ്യണത് എന്തായിരിക്കും? ഈ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന് എന്താണ് അൺഡ്യൂ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ പ്രൈസ് ആയിരിക്കും അവരെന്ത് ചെയ്യണത്, കസ്റ്റമേഴ്സിനും ഈടാക്കണത്. ഇത്രയുമാണ് എൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയണത് കേട്ടോ.